പണ്ഡിതന്മാർ പറയുന്നത് റമളാൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, റമളാൻ ആ അർത്ഥത്തിൽ സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തിയ ഒരാളാണെങ്കിൽ ആ റമളാൻ അവനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടാകുന്ന, വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകുന്ന റമളാൻ വിട്ടുപോകുമ്പോൾ. ആ റമളാനിനെ നെഞ്ചോട് ചേർത്തിയവരാണെങ്കിൽ റമളാനിലെ ഓരോ പ്രാർത്ഥന ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുന്ന സമയത്ത് 3 തവണ ആമീൻ ചൊല്ലിയത്രേ. അത് എന്തിനു വേണ്ടിയാണെന്ന് പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു. അതിലൊന്നെന്താ പ്രവാചകൻ പറഞ്ഞത്? മൻ അദറക റമളാൻ, ആർക്ക് റമളാൻ കിട്ടിയോ, ആർക്ക് റമളാൻ ലഭിച്ചുവോ, ആ റമളാൻ കിട്ടിയിട്ട് അവനവൻ്റെ തെറ്റുകളെയും പാപങ്ങളെയും അരുതായ്മകളെയും റബ്ബിൻ്റെ മുന്നിൽ കരഞ്ഞു പറയാൻ സാധിക്കാത്തവനാരാണോ, അങ്ങനെ അള്ളാഹുവിനോട് അത് ഏറ്റുപറയാൻ ശ്രമിക്കാത്തവനാരാണോ, അങ്ങനെ റമളാൻ ഉപയോഗപ്പെടുത്താത്തവനാരാണോ, അവന് അള്ളാഹു അവനെ അകറ്റി നിർത്തട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതിനാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച്, ഒരു കൊല്ലം കഴിഞ്ഞു, അടുത്ത കൊല്ലത്തിലേക്ക് നമ്മൾ കിടക്കുക. ഒരു കഴിഞ്ഞ റമളാൻ കഴിഞ്ഞു, ഈ റമളാനിലേക്ക് നമ്മൾ എത്തി. കഴിഞ്ഞ റമളാനിലെ അതേ ആരോഗ്യസ്ഥിതിയാണ് ഇപ്പോൾ? അല്ല, അത് കുറയാണ്. ഈ ബലം കുറയാണ്, ഈ ആരോഗ്യം കുറയാണ്. അതിൻ്റെ ഇടയിൽ അവനവന് കിട്ടുന്ന ഈ റമളാനിനെ അതൊരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന ഒരു സ്ത്രീ ചോദിച്ചത്, അവർക്കൊരിക്കലും നോമ്പെടുക്കാൻ കഴിയില്ല, രോഗമാണ്, അസുഖമാണ്. അപ്പം അവർ പറഞ്ഞത്, എനിക്ക് രാവിലെ മരുന്ന് കഴിക്കേണ്ട സമയം 10 മണിക്ക് ശേഷമാണ്, അതുകൊണ്ട് ഞാൻ അത്താഴം കഴിച്ച് ആ 10 മണി വരെയുള്ള സമയം നോമ്പെടുക്കട്ടെ എന്ന്. അതെടുക്കാൻ പറ്റുമോയെന്ന്. ഇങ്ങനെ നോമ്പെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ആരോഗ്യപരമായി നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ പിറകോട്ടല്ലേ എന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഈ ദുനിയാവിൻ്റെ ഹക്കതാണ്, ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അതിനിടയിൽ ഇന്ന് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റും, ഇത്തികാഫ് ഇരിക്കാൻ പറ്റും, ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ പറ്റും, തറാവിക്ക് പോകാൻ പറ്റും, ഖുർആൻ ഓതാൻ പറ്റും. നാളെന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ പള്ളിയിൽ വരുന്ന ഏറ്റവും പ്രായം ചെന്ന ഒരാളുണ്ട്, അവർ എല്ലാ ഇത്തികാഫിനും വരും, ഖിയാമുൽ ലൈലിൻ്റെ സമയത്ത് വരും. എന്നിട്ട് ഒരു 2 മണി 2:30 ആകുന്ന സമയത്ത് വന്നിട്ട് മുസഹഫ് എടുത്തിട്ട് ഈ ട്യൂബിൻ്റെ ഏറ്റവും നടുവിൽ പോയിരിക്കും. കാരണം കണ്ണട ഉണ്ട്, എന്നാലും കാഴ്ച കുറവാണ്. എന്നിട്ട് അതിൻ്റെ നടുവിലിരുന്നിട്ട് വലിയ മുസഹഫ്, ഏറ്റവും വലിയ മുസഹഫ് അവിടെ ഉള്ള അത് വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് പോകും. എന്നിട്ട് പറയും, ഇത് പൂർണ്ണമാക്കാൻ കഴിയൂല, ഖത്തമ് പൂർണ്ണമാക്കാൻ കഴിയില്ല. കാരണം അത് കൂട്ടി വായിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും സമയമെടുക്കും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മളൊക്കെ ഓതി തീർക്കുന്നത് പോലെയല്ല, ഒരു പേജ് ഓതി തീർക്കാൻ ആ മനുഷ്യന് അത്ര സമയമെടുക്കും. നാളെ നമ്മൾ പഠിക്കാനും വായിക്കാനും പാരായണം ചെയ്യാനൊക്കെ മനസ്സ് വിചാരിക്കുമ്പോൾ ശരീരം അതിന് പറ്റിക്കൊള്ളണമെന്നില്ല, ശരീരം അതിനെത്തിക്കൊള്ളണമെന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച അല്ലെ, റമളാൻ്റെ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്, ഇബാദത്തിന് പറ്റിയ സാഹചര്യമുണ്ട്, കൊടുക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്, സാമ്പത്തികമായി ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടാകാം. പക്ഷേ അത് നിർവഹിക്കാൻ നമുക്ക് പറ്റാത്തൊരു സമയം വരും, അതിന് സാധ്യമാകാത്തൊരു സാഹചര്യം വരാം. അതിനു മുമ്പേ അള്ളാഹു നൽകിയ ഈ അവസരത്തെ ആത്മാർത്ഥമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന. അള്ളാഹു നമ്മുടെ വിളി കേൾക്കാൻ, നമ്മുടെ ആവശ്യം കേൾക്കാൻ അള്ളാഹു തയ്യാറാണ്. അള്ളാഹിനോട് പറയാനും കേൾക്കാനും എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോയെന്ന് നിങ്ങളിതൊക്കെ മാറ്റി നിർത്തി ആത്മാർത്ഥമായി ഞാനും നിങ്ങൾ ആലോചിച്ചോളി. പടച്ചോനോട് മാത്രം പറയേണ്ട എന്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, എല്ലാം മാറ്റി നിർത്തിക്കാളി. അവനവൻ്റെ ഖബറിനെ പറ്റിയും പരലോകത്തെ പറ്റിയും മരണത്തെപ്പറ്റിയും അള്ളാഹിൻ്റെ മുന്നിൽ ഒറ്റക്ക് നിൽക്കേണ്ടതിനെ പറ്റി മാത്രം ആലോചിക്ക്. നമ്മൾ കഴുകിക്കളയേണ്ട എന്തൊക്കെയുണ്ട്, നമ്മൾ തിരുത്തേണ്ട എന്തൊക്കെയുണ്ട്. നമ്മൾ തിരുത്താൻ തയ്യാറാണെങ്കിൽ, നമ്മൾ പറയാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ അത് സ്വീകരിക്കാൻ റബ്ബുണ്ട്, അള്ളാഹുവുണ്ട്. പക്ഷെ അത് പറയാനുള്ള സമയം എനിക്കും നിങ്ങൾക്കുണ്ടോന്നാ, അത് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോന്നാ. പരിശുദ്ധ റമളാനിൻ്റെ സമയത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാവരും പെരുന്നാൾ ദിനം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. പെരുന്നാൾ ദിനത്തിലേക്ക് വേണ്ടി നോമ്പ് അവസാനിച്ച ദിവസം പെരുന്നാൾ രാത്രി എല്ലാവരും അതിലുള്ള തിരക്കിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇരിക്കുക. മദീന പള്ളിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നേ? ആ മദീന പള്ളിയിലിരുന്ന് തൻ്റെ 2 കൈയും മുഖത്തോട് ചേർത്ത് മുഖം പൊത്തിപ്പിടിച്ചിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കണേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓരോരുത്തർ വരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കറെ താങ്കൾ ഇങ്ങനെ?
എന്താ താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നേ? എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കാനുള്ള തിരക്കിലാണ്, അതിൻ്റെ താല്പര്യത്തിലാണ് എല്ലാവരും. എന്തായിരിക്കുന്നേ? അബൂബക്കർ അള്ളാഹുവിനെ ചോദിച്ച 2 ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മളോട് ചോദിക്കുക. ഇതൊക്കെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇനി അടുത്ത വരുന്നതിൽ ഈ അബൂബക്കർ ഉണ്ടാവോ? അടുത്തൊന്ന് മാറ്റി ചെയ്യാൻ, തിരുത്തി ചെയ്യാൻ, ഇഅ്തികാഫ് ഒന്ന് ശരിയാക്കാൻ, റമളാനിലെ നോമ്പൊന്ന് ക്ലിയർ ആക്കാൻ അതിനുള്ളൊരു അവസരം അള്ളാഹു എനിക്ക് തരുമോ എന്ന് ആലോചിച്ചാണ് അബൂബക്കർ സങ്കടപ്പെടുന്നത് എന്ന് അബൂബക്കർ അള്ളാഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക്, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് സ്വഹാബത്തിൻ്റെ മക്കൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കാം, നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക. കൈഫ തസ്തഖബിലു റമളാൻ, എങ്ങനെയാ നിങ്ങൾ റമളാനെ സ്വീകരിക്കുക? ഇതാ ചോദ്യം. എന്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോടുള്ള ചോദ്യം? എന്താണ്? കൈഫ തസ്തഖബിലു റമളാൻ, എങ്ങനെയായിരുന്നു റമളാനെ സ്വീകരിച്ചിരുന്നത്? പ്രവാചകനും സ്വഹാബത്തും നിങ്ങളെയൊക്കെ എങ്ങനെയായിരുന്നു റമളാനെ സ്വീകരിച്ചിരുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഒറ്റ മറുപടിയാ പറഞ്ഞ്. നമ്മൾ പറയുന്ന മറുപടി എന്തായിരിക്കും? നമ്മളെങ്ങനെ റമളാനെ സ്വീകരിക്കുക? വീടിൻ്റെ ഗേറ്റ് അത് വൃത്തിയാക്കിയിട്ടുണ്ട്, പള്ളിയുടെ പരിസരം വൃത്തിയാക്കിയിട്ടുണ്ട്, വീടിൻ്റെ ഒരു മൂലയിലും ഒരു മാറാലയും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു കൊടുത്ത മറുപടി എന്താ? അദ്ദേഹം പറഞ്ഞത്, ഒരാളോടും ഒരു വ്യക്തിയോടും വെറുപ്പുള്ളവരായിക്കൊണ്ട് ഞങ്ങൾ റമളാനെ സ്വീകരിക്കാറില്ല. ഒരാളോടും വെറുപ്പുള്ളവരായിക്കൊണ്ട് ഞങ്ങൾ റമളാനെ സ്വീകരിക്കാറില്ല എന്ന്. കഴിഞ്ഞ റമളാൻ്റെ അവസാനത്തിൽ ഒരാൾ എന്നോടൊരു ഫത്വ ചോദിച്ചു, ഒരു സംശയം ചോദിച്ചു. ആ സംശയം എന്താണെന്നറിയോ? ജ്യേഷ്ഠന് മിംസ് ഹോസ്പിറ്റലാണ്, തീരെ സുഖമില്ല, അപ്പോൾ എല്ലാവരും വന്ന് കാണുന്നുണ്ട്, ഇനിയൊരു പ്രതീക്ഷയില്ല, അപ്പം ഞാൻ അദ്ദേഹത്തെ പോയി കാണട്ടെ എന്നാ. അപ്പം എന്താ പ്രശ്നം? വിളിക്കുന്ന അനുജന പറയുന്നത്, 6 or 4 കൊല്ലമായി ഞാൻ ഒരു റമളാൻ ഇക്കാക്കനോട് തെറ്റിയതാ. 6 or 4 കൊല്ലമായി റമളാൻ ഇക്കാക്കനോട് തെറ്റിയതാണ്. ഇനി പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് കയറി ചെന്നാൽ അവരെ മക്കളൊക്കെ എങ്ങനെ പറയാ, എന്താ പറയാന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എപ്പോഴാ തെറ്റിയത്? റമളാനിൽ. നമ്മൾ റമളാനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. അവനവൻ്റെ ബന്ധങ്ങളെ പറ്റി ആലോചിച്ച് നോക്ക്. ഉപ്പയോട്, ഉമ്മയോട്, കുടുംബത്തോട്, ജ്യേഷ്ഠൻ അനുജന്മാരോട്, അനുജത്തിയോടെയൊക്കെ അയൽപ്പക്കത്തോടുള്ള നമ്മുടെ ബന്ധങ്ങളെയും ഇടപാടുകളെയും മുആമലാത്തിനെ പറ്റി ആലോചിച്ച് നോക്ക്. അവിടെ നമ്മൾ തോറ്റവരാണെങ്കിൽ പിന്നെ ഏത് റമളാനെ നമ്മൾ കാത്തിരിക്കുന്നത്? ഏത് റമളാനിനെ ഇസ്തിഖ്ബാൽ ചെയ്യാൻ, സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്നത്? അവിടെയാണ് ആദ്യം ഇടപെടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമെന്ന. ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതെ തള്ളിക്കളയും. അവൻ്റെ നിസ്കാരത്തെയും അവൻ്റെ നോമ്പിനെയും അവൻ്റെ ഉംറയെയും അവൻ്റെ ആരാധനകളെയും അള്ളാഹു തള്ളിക്കളയും. ആരുടേതാ? അതിന് കൊടുത്ത മറുപടി മുത്തഫർരിഖീങ്ങളുടേതാണ്, തെറ്റി നിൽക്കുന്നവരുടേതാ, പിണങ്ങി നിൽക്കുന്നവരുടേതാണ്, ബന്ധങ്ങൾ ശരിയാക്കാത്തവരുടേതാ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മൾ റമളാനെ സ്വീകരിക്കാതിരിക്കുക. നമ്മളെപ്പോഴേ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടപ്പല്ല. അയൽപക്കത്തും കുടുംബത്തിലൊക്കെ ചെല്ലും. അതെന്ത് വേണം? പാസ്പോർട്ടിൽ വിസ അടിക്കണം, ഉംറൻ്റെ അല്ലെങ്കിൽ ഹജ്ജിന് കിട്ടണം. അന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലും, എല്ലാവരോടും പറയും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പയല്ല, ഒരു റമളാനെ സ്വീകരിക്കാനിരിക്കുന്ന സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടിയാ, ഒരാളോടും വെറുപ്പുള്ളവരായിട്ടല്ല ഞങ്ങൾ നോമ്പിനെ സ്വീകരിക്കൽ. ഞങ്ങളുടെ മനസ്സ് ക്ലിയർ ആയിരിക്കും. ആ ക്ലിയറായ മനസ്സാണെങ്കിൽ അതിൽ തഖ്വയുണ്ടാകും. ഈ ഖുർആനിൻ്റെ ആയത്തും ഈമാനും ഇഖ്ലാസുമൊക്കെ ആ കൽബിലേക്ക് ഇറങ്ങും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഒരു ഉദാഹരണം പറയാം. ഒരു പാത്രത്തിൻ്റെ ഉൾഭാഗത്ത് അഴുക്കുണ്ടെന്ന് കരുതാം. ഉൾഭാഗത്താണ് അഴുക്ക്. ആ പാത്രത്തിൻ്റെ ഉൾഭാഗത്ത് അഴുക്കുണ്ട്. പക്ഷേ നമ്മൾ ആ പാത്രം മറച്ചു വെച്ചു. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് 2 ടാങ്ക് വെള്ളം ഒഴിച്ചു. വൃത്തിയാവോ? ഇല്ല. അതേ എവിടെയാണോ അഴുക്കുള്ളത് അവിടേക്കൊരു മഗ്ഗിലെ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ വൃത്തിയാവും. നമ്മുടെ റമളാൻ തീർന്നു പോകുന്ന അങ്ങനെ. എൻ്റെയും നിങ്ങളുടെയൊക്കെ റമളാൻ അവസാനിച്ചു പോകുന്ന അങ്ങനെയാ. എവിടെയാണോ റമളാൻ ഇടപെടേണ്ടത് അവിടെ റമളാൻ എത്താതെ റമളാനിൻ്റെ മറ്റ് ഭാഗങ്ങളിലൂടെ അതങ്ങനെ അവസാനിച്ചു പോകുന്നു എന്നുള്ളതാണ്. സ്വഹാബത്തിൻ്റെ മുഖത്തും പ്രാർത്ഥനയിലുമൊക്കെ റമളാൻ്റെ അടയാളം കാണുമായിരുന്നു. അത് അവർ പട്ടിണി കിടന്നതിൻ്റെ അല്ല,
ക്ഷീണം പിടിച്ചതിൻ്റെതല്ല. കാരണം അവർക്ക് റമളാൻ അല്ലാത്തപ്പോഴും അവരുടെ സാഹചര്യം അതൊക്കെ തന്നെയായിരുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. വകാന ബത്നു, പ്രവാചകൻ്റെ വയറ് അത് ഹജർ കൊണ്ട് വലിയ കല്ല് വെച്ച് കെട്ടിയതായിരുന്നുവെന്ന് അത് പഴങ്കഥയല്ല, യാഥാർത്ഥ്യമാണ്. ചെരുപ്പിൻ്റെ ഒരു വാറ് അത് വെള്ളത്തിലിട്ട് പുതർത്തി അവർ കടിച്ചിരുന്നുവെന്നത് സ്വഹാബത്തിൻ്റെ ചരിത്രമായിരുന്നു. നിങ്ങൾ ഹദീസ് വായിക്കുന്നിടത്ത് കാണാം, ഒറ്റ ചെരുപ്പ് ധരിച്ച് നടക്കാൻ പാടില്ല. എന്തേ ഒറ്റ ചെരുപ്പ് ധരിച്ച് നടക്കാൻ പാടില്ല എന്ന് ഹദീസിൽ വന്നേ? അവർക്ക് 2 ചെരുപ്പ് ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ചെരുപ്പ് ധരിച്ച് അവർ നടന്നു. അത് പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇത് എന്തിൻ്റെ പേരിലാണ് ഉണ്ടായത്? ഇങ്ങനെ ജീവിച്ച സ്വഹാബത്ത. അതുകൊണ്ട് അവർക്ക് റമളാനിലെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ അവർ വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ടില്ല. മറിച്ച് അതിലെത്ര ആരാധനകൾ ചെയ്യാൻ പറ്റുമെന്ന. നമ്മൾ ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെപ്പറ്റി പറയാറുണ്ട്. ആ യുദ്ധങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനത്തോടു കൂടി നമ്മൾ പറയുന്ന യുദ്ധം ഏതാ? അത് ബദറിനെ പറ്റിയാ. അതെപ്പോഴാണ് നടന്ന്? ആ ബദറിലേക്ക് അവർ വരുമ്പം നോമ്പ് തുറക്കാൻ അവർക്കുണ്ടായിരുന്ന എന്താ? അത്താഴത്തിനുണ്ടായിരുന്ന എന്താ? രണ്ടും കറുത്ത 2 സാധനങ്ങൾ എന്നാ പറഞ്ഞ്, വെള്ളവും കാരക്കയും. പക്ഷെ അവരുടെ നോമ്പിന് ഒരു ആലസ്യം ഉണ്ടായില്ല, ഒരു മടിയും ഉണ്ടായില്ല. ഞാൻ സ്ത്രീകൾക്ക് മാത്രം എടുക്കുന്ന ഒരു ക്ലാസ്സിൽ അവരോട് പറഞ്ഞു, നമുക്ക് ഏറ്റവും സമയം കിട്ടിയൊരു റമളാൻ കോവിഡിൻ്റെ റമളാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തിരിച്ചെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും സമയം കിട്ടാതിരുന്ന റമളാൻ അതായിരുന്നു. കാരണം മൂപ്പരും പിയാപ്പിളിയൊക്കെ വീട്ടിലുണ്ടായിരുന്ന അപ്പോഴാണ് പേപ്പർ എടുക്കാനും മുണ്ടെടുക്കാനും തുണിയെടുക്കാനൊക്കെ ഞങ്ങൾ വിളിച്ചിരുന്നു. എന്നാൽ അവരെ മാറ്റി നിർത്താം. ആണുങ്ങൾക്ക് ഏറ്റവും സമയം കിട്ടിയ ഒരു റമളാൻ ഏതായിരിക്കും? കോവിഡായിരിക്കും. ആ റമളാനിൽ നമ്മുടെ ഇബാദത്തും ആരാധന എന്തായിരുന്നു? നമ്മുടെ ഖുർആൻ പാരായണം എവിടെയായിരുന്നു? ആലോചിച്ച് നോക്കും നിങ്ങൾ. പുറത്തു പോകേണ്ട, ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ മാത്രമായിരുന്നു. ഇത് ഞാൻ കുറച്ച് ചെറുപ്പക്കാർ മാത്രം ഇങ്ങനെ വട്ടത്തിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ആ റമളാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി. ആ ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു ആളിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പം ഖുർആൻ ഖത്തമ് തീർത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ കൊണ്ടു. ഞാൻ ആ റമളാനിൽ എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി മാറ്റി, എൻ്റെ ചാർജർ മാറ്റി. കാരണം അതായിരുന്നു റമളാനെ തീർത്തത് അങ്ങനെയായിരുന്നു, റമളാൻ അവസാനിച്ചത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ റമളാനിനെ ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്തുക പ്രിയമുള്ളവരെ. നമ്മൾ മനസ്സിൽ കരുതി നമ്മുടെ സമയത്തെ പ്ലാൻ ചെയ്ത് ആരാധനകളിലേക്കും പ്രാർത്ഥനകളിലേക്കും നമ്മൾ അടുക്കുന്നവരാണെങ്കിൽ ഈ റമളാൻ നാളെ കഴിഞ്ഞു പോകുമ്പം അള്ളാൻ്റെ മുന്നിൽ പറയാൻ പറ്റണം, അള്ളാഹുവേ നീ തന്ന ആഫിയത്തും ആരോഗ്യവും ഈ റമളാനിൽ എന്നെക്കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ ആരാധനകൾ കൊണ്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കണ്ണ് നിറഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടി പറഞ്ഞ്. നിങ്ങൾ റമളാനിൻ്റെ ഓരോ സന്ദർഭത്തെ, സമയത്തെ അത് നമ്മൾ പ്രാർത്ഥന കൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞില്ലേ? അള്ളാൻ്റെ മുന്നിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ തിരക്കും മാറ്റി നിർത്തി 10 മിനിറ്റ് അവനവനെ പറ്റി ഒന്ന് പറഞ്ഞു നോക്കി. അവനവനെ പറ്റി, വീടുണ്ടാക്കുന്നതിനെ പറ്റിയല്ല, മക്കളെ കാര്യത്തെ പറ്റിയല്ല, അവനവൻ്റെ ഖബറിനെ പറ്റിയും പരലോകത്തെ പറ്റിയും ഒന്ന് അള്ളാഹിനോട് പറഞ്ഞു നോക്കി. അപ്പം അറിയാം ഈ റമളാൻ എവിടേക്കോ ഇടപെടാനുണ്ട് എന്ന്, ഈ റമളാൻ എവിടേക്കോ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന്. അള്ളാഹിനോട് പറയാൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടാത്തതോ അല്ലെങ്കിൽ നമ്മൾ സമയം കണ്ടെത്താത്തതോ ആണ് ഈ റമളാനിൻ്റെ ആത്മചൈതന്യത്തിലേക്ക് നമ്മൾ എത്താത്തത്. ഇമാം റാസി റഹ്മത്തുള്ളാ റമളാൻ എന്ന പദത്തിന് അർത്ഥം നൽകുന്നുണ്ട്. എന്താണത്? അത് അസുലഭമായി ലഭിക്കുന്ന മഴയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലേ? ആകെ ഒരു പുൽനാമ്പ് പോലും മുളക്കാതെ ഊഷരമായി കിടക്കുന്ന ഒരു മരുഭൂമിയിലേക്ക്, ഒരു മണ്ണിലേക്ക് അസുലഭമായി കിട്ടുന്ന വെള്ളം, അങ്ങനെ അവിടെ ചെടികൾ മുളക്കുക. ഇതേപോലെ തിന്മയിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനെ കഴുകിക്കളയുന്ന ഒരു മാസമാണ് റമളാൻ എന്ന് പഠിപ്പിക്കുന്നു. ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് റമളാൻ മാസത്തിന് ആ പേര് കിട്ടിയത്, റമളാൻ എന്ന പേര് കിട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്നുണ്ട്, അത് കരിച്ചു കളയുന്ന മാസമാണ്. എന്തിനെ? തെറ്റുകളെ, പാപങ്ങളെ
നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകളെ കരിച്ചു കളയുന്ന മാസമാണ് റമളാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അകറ്റി നിർത്തട്ടെ എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഈ റമളാനിനെ അതിൻ്റേതായ എല്ലാ അർത്ഥത്തിലും, അതിൻ്റേതായ എല്ലാ പോരിശയിലും, അതിൻ്റേതായ എല്ലാ നന്മയിലും നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. റമളാനിൻ്റെ എല്ലാ പ്രഭാതത്തിലും മലക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പറയൂത്രേ, പ്രഭാതത്തിൽ രാവിലെ മലക്ക് ഇറങ്ങി വന്നിട്ട് പറയും, എന്താ പറയാ? യാ ബാഇ അൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യുന്ന മനുഷ്യ മുന്നോട്ട് വാ, നന്മ ചെയ്യുന്ന മനുഷ്യ നീ മുന്നോട്ട് വാ. യാ ബാഇ അൽ ഷർരി അഖ്സിർ, തിന്മ ചെയ്യുന്ന മനുഷ്യ നീ കുറക്ക്, നീ അവസാനിപ്പിക്ക്, നീ നിർത്ത് എന്ന് ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും അത്രേ. ഈ രൂപത്തിലേക്ക് നമ്മൾ ആ വിളിക്കുത്തരം നൽകാൻ, നന്മയിൽ മുന്നേറാൻ, കൂടുതൽ ആരാധനകളിലേക്ക്, പ്രാർത്ഥനകളിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ അടുക്കുക. അതുകൊണ്ട് പരിശുദ്ധ റമളാനിനെ ആ എല്ലാ അർത്ഥത്തിലും പ്രിയമുള്ളവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും, നന്മ ചെയ്യുന്നവനോട് മുന്നോട്ട് വരാൻ, തിന്മ ചെയ്യുന്നവനോട് അത് കുറയ്ക്കാനും റമളാനിൽ മലക്ക് ഇങ്ങനെ പറയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകളിലേക്ക് കൂടുതൽ അടുക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് പ്രാർത്ഥന, ഇബാദത്ത്, ആരാധന, റവാത്തിബ് സുന്നത്ത് അത് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ, നമസ്കാരം അതിൻ്റെ ജമാഅത്തായി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ, അവനവൻ്റെ നാവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, ആ നോമ്പെടുക്കുന്ന ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുന്നൊരു ബോധ്യം. നോമ്പ് ഏതിന് മാത്രമുള്ളത്? നമ്മൾ പറയുന്ന പോലെ വയറിന് മാത്രമല്ല, അതവൻ്റെ നാവിനുണ്ട്. നിൻ്റെ നാവിന് നോമ്പുണ്ട്. സംസാരത്തിൽ, ഇടപാടിൽ, പെരുമാറ്റത്തിൽ, അതിലൊക്കെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റണം. നിൻ്റെ കാഴ്ചക്ക് നോമ്പുണ്ട്. ഇങ്ങനെ അല്ലേ, ആ പഠിപ്പിക്കപ്പെടുന്നതിലെ നമ്മുടെ റമളാനിൻ്റെ എല്ലാ നന്മയും അങ്ങനെ കോർത്തിണക്കി വെക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കുക. ഞാൻ ഓതി വെച്ചൊരായത്താണ്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ജനതയെ, ഒരു സമൂഹത്തെ അള്ളാഹു പരിവർത്തിപ്പിക്കുകയില്ല. എങ്ങനെയല്ലാതെ? ആ സമൂഹം സ്വയം മാറാൻ തീരുമാനിക്കുന്ന കാലത്തോളം അള്ളാഹു അവരെ മാറ്റുകയില്ല. നമുക്ക് എത്ര റമളാൻ കിട്ടി, എത്ര റമളാനിലൂടെ നമ്മൾ വന്നു എന്നതിനപ്പുറം നമുക്ക് കിട്ടിയ റമളാനിനെ മാറി ചിന്തിക്കാൻ, കൂടുതൽ നന്മ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കാത്ത കാലത്തോളം ആ റമളാൻ ഒരു മാറ്റം ഉണ്ടാക്കൂല. ആ റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടപെടലും നടത്തൂല. അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അവർ സ്വയം മാറാൻ തീരുമാനിക്കണം. അത് മാറാൻ തീരുമാനിച്ചാൽ പടച്ചോൻ്റെ തൗഫീക്ക് ഉണ്ടാവും, അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. ഞാനിത് അവസാനിപ്പിക്കേണ്ട, ഞാനിത് നിർത്തേണ്ടതാ. നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ റമളാൻ വരുമ്പോൾ ഒരു 3 നന്മ നോട്ട് ചെയ്യുക. ഈ 3 നന്മ ഞാൻ ജീവിതത്തിൽ പതിവാക്കും, ഈ 2 തെറ്റ് അത് ഞാൻ ഉപേക്ഷിക്കും എന്നാലോചിക്കുക. ഈ റമളാൻ കഴിഞ്ഞാൽ അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ നിർവഹിക്കുന്ന ആരാധനകൾക്ക് പുറമെ ഒരു 3 നന്മകളെ അല്ലെങ്കിൽ 2 നന്മകളെ ഞാൻ നടപ്പിലാക്കും എന്നാലോചിക്കുക, അല്ലേ? അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട കാര്യം ഇന്നതാണ്, അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാകും എന്നൊരു ബോധ്യം കൂടി നമുക്കുണ്ടാകാം. നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ സൗകര്യത്തോടു കൂടി ഇരിക്കുകയാണ്. ഇതിൻ്റെ പല ക്ലാസ്സുകളും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഇതിങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഓഫീസ് പൂർത്തിയാകുകയും ഇതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടൊക്കെ ബാധ്യത നമുക്കുണ്ട്. നമ്മളെല്ലാവരും കൂടി അതിൻ്റെ ഭാഗവാക്കാക്കി അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് ഇന്ന് ഇവിടെ അതിൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സാധ്യമാകുന്ന രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറാകുക, അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വത്തഖുന്നാറ, നരകത്തെ സൂക്ഷിക്കണം. നരകത്തെ സൂക്ഷിക്കണം എങ്ങനെ? വലോ ബിശ്യഖി തംറ, ഒരു കാരക്കയുടെ കഷ്ണമെങ്കിലും ദാനം ചെയ്തിട്ട് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, മാ നഖസ മാലുൻ, ഒരാളുടെയും പണം കുറഞ്ഞു പോയിട്ടില്ല. എങ്ങനെ? സ്വതക്ക ചെയ്തതിൻ്റെ പേരിൽ. മാ നഖസ മാലുൻ മിൻ സ്വതഖത്തിൻ,
ദാനധർമ്മം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരാളും എന്തായിട്ടില്ല, പണം കുറഞ്ഞവനായിട്ടില്ല, അവൻ്റെ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുന്നേ മൊറോക്കയിൽ ഒരു ഭൂമിക്കുലുക്കുണ്ടായി. ആ ഭൂമിക്കുലുക്കുണ്ടായ സമയത്ത് ആ നാട്ടിലെ 36 ഷോപ്പിൻ്റെ ഉടമ ഏറ്റവും അതീവ സമ്പന്നനായ മനുഷ്യൻ, ഒരു നാനോ സെക്കൻഡാണ് അവിടെ ഭൂമിക്കുലുക്കുണ്ടായത്. ആ നാനോ സെക്കൻഡ് കൊണ്ട് ആ അതീവ സമ്പന്നനായ മനുഷ്യൻ ആ ഭൂമിക്കുലുക്കം നടന്ന് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു വസ്ത്രത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടവനായി മാറി. ആര്? 36 ഷോപ്പിൻ്റെ ഉടമ, ധനികനായ മനുഷ്യൻ. ഇതാണ് ദുനിയാവ്. ആ ദുനിയാവിൽ നാളെ പരലോകത്തേക്ക് അവനവനെ കൊണ്ട് കഴിയുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അതൊരു ആസാറായി, ഒരടയാളമായി അത് നിലനിൽക്കപ്പെടും. ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞു, ജനാസയൊക്കെ മറമാടി, എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ ആ 3 ആൺകുട്ടികളും പെൺകുട്ടിയും കൂടി ഈ അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ ഓഹരി വെച്ചു. കുറഞ്ഞ സ്വത്താണുള്ളത്. ആ കുറഞ്ഞ സ്വത്ത് ഇവർ 4 ആളും ഓഹരി വെച്ചു. കുറച്ച് കാലം കഴിഞ്ഞ്, കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ 3-4 മാസം കഴിഞ്ഞ് ഒരാൾ വന്നു. ആ ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പ എനിക്ക് ഇത്ര രൂപ ബാധ്യതയുണ്ട്, ഇത്ര രൂപ കടം തിരിച്ചു തരാനുണ്ട്. അങ്ങനെ അവർ പരിശോധിച്ചു. ആ പരിശോധിച്ച സമയത്ത് സത്യമാണ്, ഉപ്പ എന്താക്കാണ്ട് കടം കൊടുക്കാനുണ്ട്. 2.5 ലക്ഷം രൂപയോളം ഉപ്പ മടക്കി കൊടുക്കാനുണ്ട്. അങ്ങനെ ഉപ്പ മടക്കി കൊടുക്കാനുള്ളത് കൊണ്ട് ഈ മക്കൾ 3 ആൺകുട്ടികളും സ്വത്ത് ഓഹരി വെച്ചു, ഈ പെൺകുട്ടിയും സ്വത്ത് ഓഹരി വെച്ചു. അപ്പോൾ ആൾക്കാരും പള്ളി കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് പറഞ്ഞു, ഈ 2.5 ലക്ഷം മൂപ്പർക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ്, നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ആൺകുട്ടികൾ പറഞ്ഞു, അത്രേ ഞങ്ങൾ സ്വത്ത് ഓഹരി വെച്ചപ്പം ലി ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസൈൻ, ആണിന് അല്ലേ പെണ്ണിൻ്റെ ഇരട്ടി എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ 4 ആളും ഒരേപോലെയാണ് എന്താക്കിയത്, ഓഹരിയാക്കിയത്. അതുകൊണ്ട് പെങ്ങൾക്ക്, സഹോദരിക്ക് ഒരു ഓഹരി അധികം കിട്ടിയിട്ടുണ്ട്. അവൾ ഉപ്പാൻ്റെ ഈ സ്വത്ത്, ഈ കടബാധ്യത ആര് വീട്ടട്ടെ? പെങ്ങൾ വീട്ടട്ടെ എന്ന്. അങ്ങനെ പെങ്ങളുടെ അരികിലേക്ക് ചെന്നു. അപ്പോൾ പെങ്ങൾ പറഞ്ഞു, ഞാൻ അതൊക്കെ ചിലവാക്കിപ്പോയി, അതൊക്കെ എൻ്റെ വീടുമേൽ കയറ്റി, ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല. ഈ മനുഷ്യൻ്റെ ബാധ്യത അവിടെ നിൽക്കാണ്. അങ്ങനെ ഈ ആൺകുട്ടികളുടെ അരികിലേക്ക് ചെന്നു. ആൺകുട്ടികൾക്കും കൊടുക്കാൻ കഴിയുന്നില്ല. ഒരാൾ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ സമ്പത്ത് എപ്പോഴാണ് സമ്പത്ത് ഓഹരി വെക്കേണ്ടത്, അനന്തര സ്വത്തായിട്ട് കൊടുക്കേണ്ടത്, ഇതുപോലും മുസ്ലിം ഉമ്മത്തിനൊന്നും അറിയില്ല. ഒരാളുടെ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ സമ്പത്ത് തൊടുന്നതിന് മുമ്പേ 3 കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ ജനാസയ്ക്ക് വേണ്ടിയുള്ളത് അതിനെടുക്കണം, എൻ്റെ കടബാധ്യതയുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം, എൻ്റെ വസിയത്ത് ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം. അതിനുശേഷമാണ് അനന്തരാവകാശികൾക്ക് അതിൻ്റെ അനന്തര സ്വത്ത് എടുക്കാൻ പറ്റുക. പക്ഷേ ഈ പിതാവ് അത്യാവശ്യം സമ്പത്ത് ബാക്കിയാക്കി മരണപ്പെട്ടു പോയ പിതാവിൻ്റെ സമ്പത്തിൽ നിന്ന് മക്കൾക്ക് അനന്തരമായി കിട്ടിയതാ, ഒരു അധ്വാനവും ഇല്ലാതെ, ഒരു മെനക്കെടുമില്ലാതെ, ഇത് എൻ്റെ ഒപ്പയാണ് എന്ന ബന്ധത്തിൽ മക്കൾക്ക് കിട്ടിയ ഈ അനന്തര സ്വത്ത് വീതം വെച്ചതിന് ശേഷം ഉപ്പാക്ക് ഇത്ര 2.5 ലക്ഷം രൂപ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പം ഈ 4 മക്കളും ഏറ്റെടുത്തില്ല. ഇതാണ് ഇന്നത്തെ തലമുറ, ഇന്നത്തെ ഉമ്മത്ത്. അതുകൊണ്ട് നമ്മുടെ പണവും നമ്മുടെ സമ്പത്തുമൊക്കെ നമ്മൾ അത് കൃത്യമായി അതിൻ്റേതായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നാളെ പിറ്റേന്ന് ഈ മരണത്തോടു കൂടി അതിന് നമ്മളെക്കാൾ വില നമ്മുടെ മക്കൾ ഇതിന് കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് റബ്ബിനോടുള്ള ബാധ്യത നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിനെ പൂർണ്ണമായ ആരോഗ്യത്തോടെ ആഫിയത്തോടെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇരുത്തവും ഈ പഠനവുമൊക്കെ അള്ളാഹു ഒരു അമലുസ്സോലിഹായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.